ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നില്ലാത്തൊരു ദോശ ഉണ്ടാക്കിയാലോ? ഉലുവട്ട് അടിപൊളി ദോശ. ഉലുവിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഉലുവി അരിയൊക്കെ ഒപ്പം ഇട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്ത അരി നമ്മൾ മിക്സിന്റെ ജാർക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു വലിയുള്ളി ചേർക്കണം. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി അരിഞ്ഞിട്ട് ആ ഉലുവന്റെ ആ കുത്തുങ്ങോട് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉയിന്ന് നമ്മൾ ചേർക്കാനേ നിൽക്കണ്ട. ഉയിന്നില്ലാതെ അടിപൊളി ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏത് പൊങ്ങാത്ത മാവ് പൊങ്ങും. ഇതിലെങ്ങനെ ഉലുവല്ല എന്ന് പറഞ്ഞു ഉയിന്നുണ്ടല്ലോ, ഉയിന്നുണ്ട് പറഞ്ഞ് ഉലുവ ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയരുത്. ഉലുവ കണ്ടമാനുണ്ട്. ഉയിന്ന് 1 2 3 4 5 6 അങ്ങനെ എണ്ണയാ തീർന്ന ഉയിന്ന ഇതിലുള്ളൂ. എന്താണെന്നറിയില്ല, ഉയിന്ന് തെരഞ്ഞ് പെരക്കം പാഞ്ഞപ്പോഴാണ് എനിക്ക് ഉയിന്ന് കിട്ടാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉലുവന്റെ വീഡിയോ എടുക്കുക. നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. അതിന് മുമ്പ് ഞാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഉയിന്ന് ഇതിലുണ്ട്, നിങ്ങൾ ആരും പറയണ്ട. 1 2 3 അങ്ങനെ നമ്മളൊരു കവറിൽ കെട്ടി വെക്കുമ്പോൾ ചെറുതായിട്ട് 1 2 ഉയിന്നൊക്കെ എന്തിനാ ഇത് പാത്തക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് എന്താണെന്നറിയില്ല. അപ്പം അങ്ങനത്തെ ആ നിമിഷത്തിൽ അങ്ങനെ തോന്നി. അങ്ങനെ 2 3 4 ഉയിന്ന് ആ കാണുന്ന ഉയിന്ന് തന്നെ ഉള്ളൂ അതിൽ. അങ്ങനെയുള്ള ഉയിന്ന് ചേർത്താണ്. അപ്പോൾ ഉയിന്ന് ചേർക്കാൻ നിൽക്കണ്ടെന്നാ പറഞ്ഞു വരുന്നത്. വലിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെ നമ്മൾ ചേർത്ത്? ചോറ് ചേർത്തു, വലിയുള്ളി ചേർത്തു, പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക. നിങ്ങളോട് ആരും പറയണ്ടല്ലോ നിങ്ങൾ ചേർക്കൂലേ. എന്നിട്ട് നിങ്ങൾ അരക്കൂലേ. നിങ്ങൾ ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടി നിങ്ങൾ വാങ്ങൂലേ കടയിൽ പോകുമ്പോൾ, സാധാ പലചരക്ക് പീടി പോകുമ്പോൾ നമ്മൾ എന്താക്കുക, നമ്മൾ ഓലോട് പറയാൻ എനിക്ക് ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടി തന്നെ കിട്ടണം. അതൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ട് ആ ഒരു പാക്കറ്റ് ഇതിക്ക് കൗത്തി അങ്ങോട്ട് അരക്കാനുള്ളതല്ല. 1 2 ടീസ്പൂൺ നമ്മൾ അരക്കണ സമയത്ത് ചേർത്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നെയ്യപ്പും കുയ്യപ്പും നമ്മൾ പഴംപൊരി എന്ത് ഐറ്റം പൊങ്ങാത്ത ഐറ്റം ഒക്കെ നമ്മൾ ഉണ്ടാക്കൂലേ. പൊങ്ങാത്ത ഐറ്റം അതെന്തോന്ന് ഐറ്റം എന്നില്ലേ. നമ്മുടെ മാവുണ്ടല്ലോ പൊങ്ങാതെ വരൂലേ. ചില മാവ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വീർത്ത് ചീർത്ത് വന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ നന്നാകാത്ത മാവുക്കൊക്കെ അതങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ഇലക്ട്രിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അരച്ചിട്ടൊക്കെ ചേർക്കുക. പിന്നെ ഞാൻ ഡബിൾ ഓയിസ് അല്ല, നമ്മൾ എടുത്ത് അടുത്ത വേസ്റ്റേജിന്റെ തവിടയിലൊക്കെ പരസ്യമായിട്ട് മക്കളെ. അത് പരസ്യത്തിന് യാതൊരു കായും പൈസയൊന്നും കിട്ടാത്തതാണ്. എന്നാലും ഞാൻ പറയും, നല്ല പ്രൊഡക്റ്റ് കണ്ടാൽ 4 വർത്താനം പറയാന്നുള്ള എൻ്റെ പണ്ടത്തെ തീരുമാനം ഇന്നത്തെ തീരുമാനമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ വേസ്റ്റേജിന്റെ തവിടയിൽ ഇല്ലാത്തവരൊക്കെ വാങ്ങിക്കോളി. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് പറയാനുള്ളത്. പിന്നെ അടുത്തായിട്ട് നമ്മളൊരു തേങ്ങയുടെ പരസ്യം ഞാൻ പറയില്ല, കത്തിന്റെ പരസ്യം. കത്തി സൂപ്പറാണോ ചോദിച്ചാൽ സൂപ്പറാണ്. ഈ നേരം വിളിക്കുമ്പോൾ തന്നെ തേങ്ങ പൊട്ടിച്ചാൽ പൊട്ടൂലല്ലേ. എനിക്കറിയില്ല, ഒരു 4 5 മേട്ടം മേടിയല്ലേ ഞാൻ പൊട്ടിച്ചാൽ പൊട്ടണുള്ളൂ. ഏതെങ്കിലും ചായപ്പൊടി ഇട്ട് വേണ്ട എന്തിനാ ഇളക്കി വെച്ചെന്നല്ലേ. വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ഇളക്കാൻ ടൈം ഉണ്ടാവില്ല. ചായപ്പൊടി പഞ്ചസാര ഇട്ട് ഇളക്കിയത് ഞങ്ങളവിടെ ഒരു പാത്രത്തിൽ കണ്ണ് ഇളക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു വീതന്റെ ഒരു പരസ്യം ഞാൻ ചെയ്തിട്ടുണ്ടായില്ലേ. ഇതിന്റെ പരസ്യം നല്ല. ഇത് കുട്ടികൾ ഇങ്ങനെ കത്തിയോണ്ട് തോണ്ടി ആ സീറ്റൊക്കെ കേട്ടിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ ഉണ്ടായി അത് അൽക്കുൽക്കാക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ആ നാളികേരത്തിന് മുറി അങ്ങോട്ട് ചിരകിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ബട്ടൺ നിൽക്കാനും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അയച്ചെടുത്തോളൂ. എല്ലാവരും ഇന്നില്ലാതെ ഒരു അടിപൊളി ദോശ ഉണ്ടാക്കട്ടെ എന്നാണ് പറയാല്ലേ. അപ്പോൾ നാളികേരം നമ്മൾ ചിരകി വരുന്നുണ്ട്. ചിരകിയത് തന്നെ ചിരകാതെ മിക്സിന്റെ ജാറെടുത്തിട്ടാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ആ ജാറെടുത്തോണ്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു വെളുത്തുള്ളിയുടെ ഒരു ഇല്ലി അതും കൂടി ഇട്ടിട്ട് നമുക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് അരിയല്ല തേങ്ങയാണ് നമ്മൾ അരച്ചുകൊണ്ടിരുന്നത്. തേങ്ങ അരച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കാം. ദോശയിലേക്ക് ചട്നി അല്ലേ ടേസ്റ്റ് ചെയ്യുക? അതെ, ചട്നിയാണ് ടേസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ചട്നി അരക്കാൻ വേണ്ടിയിട്ട് സുജാതയുടെ മിക്സിന്റെ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്ത് കണ്ടാലും പരസ്യം. സത്യം പറയണെങ്കിൽ എനിക്ക് പരസ്യം പറയണ ഇഷ്ടമാണ്. ഇഷ്ടത്തോടൊപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് 4 പറയാം. അത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചാനലിൽ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങാറുണ്ടോ? അവിടെയൊക്കെ വിവിധ തരം പരസ്യങ്ങൾ കണ്ടോ? ഉഷയുടെ ഇലക്ട്രിക്കിന്റെ അടുപ്പ്, കെറ്റിലിന്റെ, ഇംബെക്സിന്റെ കെറ്റിലിന്റെ ഇത്, പിന്നെ അതുപോലെ സുജാതന്റെ മിക്സിന്റെ എയർ ഫെയർ ഒക്കെ അങ്ങ് മൂലയിൽ. എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? പലതരം അൽക്കുൽക്ക് സാധനങ്ങൾ ഇവിടെ അൽക്കുൽക്കാക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന നല്ല ബ്രാൻഡ് പ്രൊഡക്റ്റുകളാണ്. അപ്പം ഞാൻ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടങ്ങൾ വാങ്ങിക്കോളൂ. ഞാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടമാനം അരി അരക്കുക, കണ്ടമാനം തേങ്ങ അരക്കുക. അതുപോലെ എയർ ഫെയറിൽ കണ്ടമാനം സാധനങ്ങൾ ചൂടാക്കുക. ഇതുപോലെ റൈസ് കുക്കറിൽ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി എല്ലാ സാധനവും ഉണ്ടാക്കും. നാടൻ ചോറ് ഉണ്ടാക്കും, മുട്ട പുഴുങ്ങിയെടുക്കും, നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കും. അങ്ങനെ പലതും നമ്മളിപ്പോൾ അതൊന്നും ഉണ്ടാക്കാനല്ല വന്ന ഉഴുന്ന് ദോശ ഉണ്ടാക്കാൻ വന്നിട്ട് ഉഴുന്നല്ല തെറ്റിപ്പോയിരിക്കുന്നു മിസ്റ്റേക്ക്. ഉലുവന്റെ ദോശ ഉണ്ടാക്കാൻ വന്നപ്പോഴാണ് ഞാൻ അഴിച്ച് മോട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കിയിരുന്നു. അല്ലെങ്കിലും സുപ്രഭാതത്തിൽ തന്നെ നമ്മൾ മോട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കുകയാണ്. നല്ല രാവിലെ തന്നെ വെറും വയറ്റിൽ മോട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കിക്കോളി, അല്ലെങ്കിൽ പാളിപ്പോകും. അന്നത്തെ ദിവസം കറണ്ട് പോയാൽ കട്ടക്കാലിക്കാരം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചട്ടി എടുത്ത് വെക്കുകയാണ്. ചട്ടി എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇരുമ്പ് ചട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയൺ വർദ്ധിക്കാൻ നല്ലത് ഏറ്റവും ഇരുമ്പ് ചട്ടിയാണ്. ആ ഇരുമ്പ് ചട്ടിയുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഒക്കെ കൊടുക്കുക. പരസ്യം നിങ്ങൾ അങ്ങനെ പറയരുത്. സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ എവിടെയും തുറന്ന് പറയാൻ നമുക്ക് അതിന് പൈസ കിട്ടണം യാതൊരു നിർബന്ധമല്ല. നമ്മൾ സത്യസന്ധത എവിടെയും ഞാൻ പറയാൻ റെഡിയാണ്. വെസ്റ്റിന്റെ തവിടയിൽ സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. നമ്മളെ കുടുംബത്തിലെ ആളുകൾ ഇത് കൊടുക്കേണ്ടത് ഷോപ്പിൽ പോയാൽ കിട്ടൂല. അതാണ്
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിൽ ചേർന്ന ആളുകളോട് അങ്ങനെ കോൺടാക്ട് ചെയ്ത് കാരണം അങ്ങനെയൊക്കെയാണ് ഈ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റുകൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിട്ടും ചോദിച്ചിട്ടും ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെസ്റ്റേജിൻ്റെ തവടാലിൻ്റെ പരസ്യമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാവുന്നതാണെന്നാണ് പറഞ്ഞു തന്നെ ചുരുക്കത്തിൽ പറഞ്ഞു വന്നാൽ വെസ്റ്റേജിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ചട്നി കറിക്ക് ഇപ്പം എന്താട്ടെ വെസ്റ്റേജിൻ്റെ തവടയിൽ കുറച്ച് ഒഴിച്ചെടുത്ത് പിന്നെ കടുകിട്ടു പിന്നെ കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ ആ നാളികേരം അരച്ചോണ്ടെന്ന് അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തെടുത്തു. നമ്മളെ മാവ് കലക്കി നമ്മൾ റെഡിയാക്കി വെച്ചാൽ അടുത്തായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ ഞാൻ വല്ലാണ്ട് അങ്ങ് കഥയും പറഞ്ഞിരുന്നോണ്ട് എന്നാലും എന്താക്കും കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. 2 കുഞ്ഞു മക്കൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ദോശ ചുട്ടെടുക്കണം, അവരെ എണീപ്പിക്കണം. അങ്ങനെ പല ടൈമുകൾ ഒരു 6 മണിക്ക് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കണം. ഞാൻ വീഡിയോ ഇടണ്ടില്ലേനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല അടിപൊളി റെസിപ്പി അല്ലേ ഞാൻ കൂട്ടത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളോട് ആദ്യം തന്നെ തുടക്കത്തിലേ പറഞ്ഞു എനിക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. എനിക്ക് പിന്നെ തുറന്ന് ഇത് ഓണാക്കിയാൽ പിന്നെ വോയിസിനൊപ്പം വീഡിയോക്കൊപ്പം സംസാരിക്കണം എന്നുള്ള എൻ്റെ ഒരു തെറ്റായ ധാരണയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബർമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ആളുകളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അറിയില്ല ഇങ്ങനെ ഇത്രയും സംസാരിക്കണം എനിക്കറിയില്ല. സത്യം പറയണമെങ്കിൽ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ദോശ ഉണ്ടാക്കാനല്ലേ വന്ന് ദോശ ചുട്ടെടുക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ദോശ അടിപൊളി ദോശയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇരുമ്പ് ചട്ടി നിങ്ങൾ വാങ്ങൂലേ? നിങ്ങൾ വാങ്ങിക്കോളിട്ടോ, നല്ലതാണ്. നമ്മൾ ചട്ടം കൊണ്ട് വെറുതെ ഒന്ന് തള്ളി കൊടുത്താൽ മതി. തള്ളിയാണ്ട് നമ്മൾ കൈ കൊണ്ട് വലിച്ചാൽ തന്നെ ഇരുമ്പ് ചട്ടിന്ന് റെഡിക്ക് കിട്ടും. ഗ്യാസ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ വലിയ ദോശകൾ ചുട്ടെടുക്കുക. അല്ലെങ്കിൽ ഞാൻ വലിയ ദോശ തന്നെയും ചുട്ടെടുക്കാറില്ല. വലിയ ദോശ ചുട്ടാൽ പിന്നെ നമ്മളിങ്ങനെ കണ്ടമാനം കുറേ ദോശ ചുട്ടുകൊണ്ട് നിൽക്കണ്ടല്ലോ. 1-2 ദോശ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു അങ്ങനെ റെഡി ആകുമെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാൻ വേണ്ടി ഓൽക്ക് ചായ കൊടുത്തു. ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓൽക്ക് പുതിയ നല്ല ദോശകൾ ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദോശയും കൊണ്ട് ഓടുന്ന ടൈമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 6:30 ആയിട്ടുണ്ട് ഏതാണ്ട് ടൈം. പിന്നെ അവർക്ക് പോകാനുള്ള ടൈമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ ഇപ്പോൾ വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ട് ഷെയർ ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നല്ലൊരു കുക്കിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതാണ്.